കുംഭക്കൂറാണ്. അവിട്ടം ത്തിൻ്റെ അവസാനത്തെ 2 പാദം ചതയം പൂരുരുട്ടാതി. ഈ നക്ഷത്രക്കാർക്കാണ് കുംഭക്കൂറിൽ വരുന്നത്. ലഗ്നത്തിൽ സൂര്യനും ബുധനും ശുക്രനും രാഹുവും ഉള്ള കാലമാണ്. 2-ൽ ശനിയുമാണ്. ഇവർക്ക് ചില ശക്തമായിട്ടുള്ള ചില വഴിത്തിരിവുകൾ വരാവുന്ന ഒരു കാലമാണ്, ഈ സമയമാണ്. അവർക്ക് ചില ഇന്ന് ചെയ്തു പോരുന്ന ജോലികളിൽ നിന്ന് വിട്ട് മറ്റൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്നും പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അത് നിർത്തിയിട്ട് മറ്റൊരു ബിസിനസ്സിലേക്കും ഒക്കെ പ്രവേശിക്കാൻ ചിന്തിക്കുകയോ അതുപോലെ പ്രവർത്തിക്കുകയോ ഒക്കെ സംഭവിച്ചേക്കാം. പുതിയ ജോലി, അതുപോലെ പുതിയ പേര് സ്വന്തം സ്ഥാപനത്തിനിടുക, ഇതൊക്കെയും സംഭവിച്ചെന്നിരിക്കാം. അതുപോലെ തന്നെ പുതിയ ഇന്ന് വരെ കണ്ടിട്ടുള്ള ആൾക്കാരെ കുറച്ചുകൂടെ കൂടുതൽ അവരെപ്പറ്റി അറിഞ്ഞ് അവരെ ഒരു തിരിച്ചറിയലിന് ഉള്ള കാലവുമാണ്. മറ്റുള്ളവർക്ക് നാം അഹങ്കാരം കാണിക്കുന്നു അഥവാ സെൽഫിഷാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടുണ്ടാകുന്ന ചില നഷ്ടങ്ങൾ ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് അവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ അന്വേഷിച്ച് പോകും. അങ്ങനെ പുതിയ മാർഗങ്ങൾ ഓപ്പൺ ആയിട്ട് വരികയും ചെയ്യും. ആരോഗ്യപരമായിട്ട് ഉറക്കം ശ്രദ്ധിക്കേണ്ടതാണ്. ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ചില ക്ഷീണങ്ങളും ഒക്കെ അവർക്കുണ്ടാകും. അതുപോലെ നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, രക്തസമ്മർദ്ദം മുതലായിട്ടുള്ളവ ഉള്ളവരെ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് ഒറ്റയ്ക്കാണ് താൻ, അഥവാ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു, ഒറ്റയ്ക്ക് എല്ലാം തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടാകും. അതുകൊണ്ട് ഉണ്ടാകാവുന്ന ചില അസ്വസ്ഥതകളും ഒക്കെ കുടുംബത്തിലുണ്ടാകാവുന്നതാണ്. അത് കഴിയുന്നത്ര അങ്ങനെയല്ല എന്ന് താനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എല്ലാവർക്കും വേണ്ടിയിട്ടും എല്ലാവരുടെയും താല്പര്യങ്ങൾ കണക്കിലെടുത്തുമാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് കാരെള്ള് അഥവാ കറുത്ത എള്ള് ദാനം ചെയ്യുക, അത് ക്ഷേത്ര സമർപ്പണം ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തികൾക്ക് ദാനം ചെയ്യുക. എള്ള് ചേർത്ത ഹവിസ്, എള്ള് ചേർത്ത കവ്യം, ചോറ്, അത് കാക്കയ്ക്ക് കൊടുക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ധ്യാനവും ഒക്കെ പരിശീലിക്കുകയും അത് ചെയ്യുന്നത് കൊണ്ടും ഇവരുടെ വീട്ടിലെ അഥവാ അവരുടെ ഈ ഒരു ആഴ്ചക്കാലത്തെ ദുരിതങ്ങൾക്ക് കുറച്ച് ശമനം അതിൽ മൂലം ഉണ്ടാകുന്നതാണ്.